സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശി പ്രിയങ്കയുടെ അരികിലിരുന്ന് മാങ്ങയൊക്കെ മുറിക്കുവാണ്. അന്നേരം പ്രിയങ്ക അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞേ, ആർത്തി കാണിക്കല്ലേ, ഇതൊരു കാര്യം ചെയ്യാൻ വെച്ചേക്കോണെന്ന് പറഞ്ഞില്ലേ. അന്നേരം പ്രിയങ്ക മാറി നിൽക്കുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, പിണങ്ങിയോ നീ? ഇത് വെച്ചേ മുത്തശ്ശി ഒരു സൂത്രൊപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതാ കഴിക്ക് എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ വായുവർണ്ണം വെച്ച് കൊടുക്കുവാണ്. ഈ സമയത്തായിരിക്കും കൽപ്പന അങ്ങോട്ടേക്ക് വരുന്നേ. എന്താ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനെ പച്ചമാങ്ങ എന്ന് പറയും, ഈ മുകളിൽ തൂക്കിക്കൊടുത്തതിന് ഉപ്പെന്ന് പറയും. അതല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പോകുക? അന്നേരം സുകുമാരിയമ്മ പറയണേണ്, ഇന്നലെ എൻ്റെ കൊച്ചൊരാഗ്രഹം പറഞ്ഞല്ലോ, അവൾക്ക് മസാല ദോശയും പച്ചമാങ്ങയും കഴിക്കണമെന്ന്. എന്നാൽ ആ വരുണത് സാധിച്ചു കൊടുത്തോ? ഇല്ലല്ലോ, പകരം ഇവളെ നാണം കെടുത്തി വിട്ടു. ഇന്നലെ തന്നെ എൻ്റെ കൊച്ചിന് ഞാൻ മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഈ പച്ചമാങ്ങ ഉണ്ടല്ലോ, അത് വരുണിൻ്റെ കൈ കൊണ്ട് തന്നെ പ്രിയങ്കയെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. അത് ഈ സുകുമാരിയുടെ ഒരു വാശിയാണ്. അന്നേരം അത് കേട്ട് കൽപ്പന പറയണേ, എൻ്റെ മുത്തശ്ശി നല്ല നടക്കുന്ന കാര്യം പറയാം. ഈ വീട്ടിലെ ഏറ്റവും ദേഷ്യക്കാരൻ വരുണാണ്. വരുണിൻ്റെ ഒരിക്കൽ ഇങ്ങനൊരു ആവശ്യവും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ചെന്നാൽ മതി. വരുണെ ദേഷ്യം വന്ന് എന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. ഈ വാശി അത്ര നല്ലതല്ല മുത്തശ്ശി. ഇതിൽ മുത്തശ്ശിയെ തോറ്റു പോകാനേ പോകുന്നുള്ളൂ. അന്നേരം സുകുമാരി പറയണേ, കൽപ്പനെ നീ ബെറ്റ് വെച്ചോ, എങ്ങനെയാണെങ്കിലും ശരി വരുണിനെ കൊണ്ട് തന്നെ ഈ പച്ചമാങ്ങ ഞാൻ പ്രിയങ്കനെ കൊണ്ട് കഴിപ്പിക്കും. അതിന് എന്ത് വഴി സ്വീകരിക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ കാഴ്ച കാണാൻ റെഡിയായി വന്നോ? സുകുമാരി അമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നടത്തിയെടുത്തിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. എന്താണെങ്കിലും ഞാൻ പോയി ചെറിയമ്മയും കൂടി വിളിച്ചിട്ട് വരാം. ഇങ്ങനെ ഒരു കാഴ്ച മിസ്സാക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ വേഗം തന്നെ വരാവേ. അങ്ങനെ പറഞ്ഞ് കൽപ്പന അവിടെ നിന്നും ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ, ഇവരെ അത്രക്കങ്ങ് വിശ്വസിക്കാനും വേണ്ട കേട്ടോ. ഇവരാഗ്രഹിച്ചതുപോലെ കർമ്മങ്ങൾക്കുള്ളവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഒപ്പം കൂടെ നിൽക്കുന്നതും നമ്മൾ പറയുന്നതൊക്കെ കേട്ടുതുള്ളുന്നതും. രണ്ടും പാഷാണത്തിലെ കൃമികളാണ്. അന്നേരം മുത്തശ്ശി വരണേ, അതൊക്കെ എനിക്കറിയാടി മോളെ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പാരേട്ടി ഒരു മാറുവാണെങ്കിൽ ഇവർക്കുള്ള മറുപടി നമുക്ക് കൊടുത്തോളാം. നീ വേഗം വാ, നമുക്ക് വരുണിൻ്റെ അരികിലേക്ക് ചെല്ലാം. അങ്ങനെ അവരൊരാളും കൂടി ഹോളിലേക്ക് പോകുമ്പോഴായിരിക്കോട്ടോ അവിടെ വരുൺ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അന്നേരം മുത്തശ്ശി പ്രിയങ്കേനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുക. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നീ പേടിക്കൊന്നും വേണടി, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യോട്ടിങ്ങുവാ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കേനെ അവിടെ വരണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സോഫയിൽ കൊണ്ടുവരുത്തുവാണ് കേട്ടോ. എന്നിട്ട് ആ മാങ്ങയുടെ പ്ലേറ്റും അവിടെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഉർവശയും കുട്ടി കൽപ്പനയും അവിടെ എത്തുമായിരിക്കും. അന്നേരം ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞ് ചോദിക്കണേ, അല്ല എന്താ ഇത് മനസ്സിലായില്ലല്ലോ. ആ സമയം സുകുമാരി പറയണേ, ഇത് മനസ്സിലായില്ലേ, ഇത് പച്ചമാങ്ങ. ഇത് അവിടെ തിരിക്കണം ആ വെള്ള കളറുള്ള സാധനം ഉപ്പ്. ഇന്നലെ എൻ്റെ പ്രിയങ്ക മോള് നിന്നോടൊരു ആഗ്രഹം പറഞ്ഞല്ലോ പച്ചമാങ്ങ കഴിക്കണമെന്ന്, എന്നിട്ട് നീ അത് സാധിച്ചു കൊടുത്തില്ല. ഗർഭിണിയായ അവൾ ഒരാഗ്രഹം പറയുമ്പോൾ അതെങ്ങനെയാണ് സാധിച്ചു കൊടുക്കാതിരിക്കുന്നത്? അത് കാരണം ഞാനിത് മേടിച്ചുകൊണ്ട് വന്നത്. അതായിക്കോട്ടെ, ഇവൾക്കത് കഴിക്കണമെങ്കിൽ റൂമിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് കൊടുത്തൂടെ? അതെങ്ങനെ ശരിയാകും? ഇവളാഗ്രഹിച്ചത് ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഇത് കഴിക്കണം എന്നാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ മോനല്ലേ ഇത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് മോൻ തന്നെ ഇതിലൊന്നെടുത്ത് പ്രിയങ്കമ്മയുടെ വായിലൊന്ന് വെച്ച് കൊടുത്തേ. അന്നേരം വരുൺ പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ജയഭാരതി അമ്മ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ സമയം സുകുമാരി പറയണേ, ഓ നിനക്കപ്പോൾ പറ്റില്ല അല്ലേ? എൻ്റെ ഗർഭിണിയായ കൊച്ച് ഇത്ര ചെറിയൊരു കാര്യം പറഞ്ഞിട്ടും അതുപോലും ഭർത്താവായി നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഒന്നുമില്ലെങ്കിലും നിൻ്റെ കൊച്ചല്ലേടെ എൻ്റെ പ്രിയങ്കമ്മയുടെ വയറ്റിൽ കിടക്കുന്നത്. അതിൻ്റെ അല്പം മര്യാദയെങ്കിലും കാണിച്ചൂടെ? ഇല്ല, കാണിക്കുന്ന പ്രശ്നമില്ല. മര്യാദക്ക് നിങ്ങളെ വിളിന്ന് എൻ്റെ കൺമുമ്പിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഈ സമയം സുകുമാരി പറയണേ, ശരി, ഞാനേ ഇവളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകണേ. നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഗർഭിണിയായ എൻ്റെ മോളെ ഈ വീട്ടിൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് പീഡിപ്പിക്കുകയും അവളുടെ ഒരു ആഗ്രഹം പോലും നടത്തി കൊടുക്കാൻ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യവും നീ അവളോട് കാണിക്കുന്ന അവഹേളനയും അവഗണനയും എല്ലാം അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കണോ? ഈ സമയം ജയഭാരതി വരണേ, എന്താ വരണേ? സുകുമാരി, വരണിപ്പോൾ ഈ പച്ചമാങ്ങ പ്രിയങ്കക്ക് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. വരണേ, നീ അവിടെ ഇരുന്നേ, എന്നിട്ടെടുത്ത് ഇത് പ്രിയങ്കയുടെ വായിലേക്ക് വെച്ച് കൊടുക്ക്. മുത്തശ്ശിയും അങ്ങനെ പറഞ്ഞ് ജയഭാരതി അമ്മ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരണാണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ സുകുമാരിയും ഉർവശിയും കൽപ്പനയൊക്കെ. ഈ സമയം സുകുമാരി പറയണേ, ഇനി എന്താ ആലോചിച്ചിരിക്കുന്നത്? ഇവിടുത്തെ അധികാരിയുടെ വായിൽ നിന്ന് തന്നെ ഉത്തരവ് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ അങ്ങ് ചെയ്തുകൂടെ? എടുത്തങ്ങ് വായി വെച്ച് കൊടുക്കും. അന്നേരം ദേഷ്യം വന്ന വരുൺ ഒരു മാങ്ങ എടുത്ത് അതിൽ കുറേ ഉപ്പ് തേച്ചിട്ട് പ്രിയങ്കയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അത് കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് സന്തോഷമാകുവാണ് കേട്ടോ, സുകുമാരിക്ക് സന്തോഷമാകുവാണ്. ഈ സമയം കൽപ്പന പറയണേ, എന്നാലും മുത്തശ്ശിയുടെ വാശി തന്നെ ജയിച്ചല്ലോ. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ വരുൺ തന്നെ മാങ്ങയെടുത്ത് പ്രിയങ്കയുടെ വായിൽ വെച്ച് കൊടുത്തു. അവളുടെ ആഗ്രഹം നടന്നു. ഈ സമയം ഉർവശി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും വരുൺ നല്ല മനസ്സോടെയൊന്നും അല്ലല്ലോ അത് ചെയ്തത്. അമ്മ പറഞ്ഞു നിർബന്ധിച്ചത് കൊണ്ടല്ലേ.
അന്നേരം സുകുമാരി പറയണേ എന്താണെങ്കിലും ശരി, ഒന്നുമില്ലെങ്കിലും അവൻ്റെ കുഞ്ഞല്ലേ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്, അതിലൊരിഷ്ടം എന്തൊക്കെ കാണിച്ചാലും ആണുങ്ങളുടെ മനസ്സിലുണ്ടാവും. ഈ സമയം ജയഭാരതിയമ്മ എന്തോ ഒരു സാധനം കയ്യിലൊളിപ്പിച്ചുകൊണ്ട് വന്ന് വരണിൻ്റെ അരികി വന്നിരിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ എന്താ വരൺ നോക്കിയിരിക്കുന്നത്, ഇനിയും അങ്ങ് വായി വെച്ച് കൊടുക്ക്. അന്നേരം പ്രിയങ്ക പറഞ്ഞേ എനിക്ക് ഇനിയും വേണം, ഇനിയെന്താ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് വരണ്ടങ്ങ് ദേഷ്യം വരുവാണ്. ഈ സമയം സുകുമാരി അവരാരുടെയും ശ്രദ്ധയപ്പെടാതെ വരണിൻ്റെ കയ്യിലേക്ക് ഒരു പച്ചമുളക് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ അത് കാണുന്നത് വരൺ ഇൻട്രസ്റ്റോടെ ഒരു മാങ്ങ എടുത്ത് അതിൻ്റെ പോയി പച്ചമുളകും കൂടി വെച്ചിട്ട് പ്രിയങ്കയുടെ വായിലേക്ക് വെക്കുവാണ്. അങ്ങനെ അത് കടിച്ചതും എരിവുകൊണ്ട് സഹിക്കാനാവാതെ പ്രിയങ്ക എണീറ്റ് തലയിലും മറ്റു തടവി എരിയുന്നു എന്ന് പറഞ്ഞ് കരയുവാണ്. മുത്തശ്ശി എനിക്ക് എരിഞ്ഞിട്ട് വയ്യ. അന്നേരം സുകുമാരി ചോദിക്കണേ എടാ ദുഷ്ട, നീ എന്ത് ദ്രോഹാടോ എൻ്റെ കൊച്ചിനോട് ചെയ്തത്? ഈ സമയം ജയഭാരതിയമ്മ പറയണേ ഇത് കൊള്ളാം, നിങ്ങളിവനോട് മാങ്ങ എടുത്തു കൊടുക്കാൻ പറഞ്ഞു, ഇവൻ കൊടുത്തു. അതിലിപ്പോൾ കുറച്ച് എരിവുണ്ടെങ്കിലും ഇവള് വേണ്ടി അത് സഹിക്കാൻ ഇവൻ സ്നേഹത്തോടെ കൊടുത്തതല്ലേ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വല്ലാത്ത കരുതലാണ് കേട്ടോ. അന്നേരം സുകുമാരി പ്രിയങ്കയും കുട്ടി അടുക്കളയിലേക്ക് പോകുവാണ്. ഇത് കണ്ട് കൽപ്പന വരുണോട് പറയണേ എന്നാലും വരും കഷ്ടമുണ്ട് കേട്ടോ, ഈ അവസ്ഥയിൽ പ്രിയങ്കയോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അത് കേരട്ടെ ജയഭാരതിയമ്മ ചോദിക്കണേ എന്താ നിങ്ങൾക്ക് വേണോ മുളക് ചേർത്ത മാങ്ങ? വേണമെങ്കിൽ തരാം. നീ കൊടുക്കൂലടാ, പിന്നെ അല്ലാതെ വേണോ? ചെറിയമ്മക്ക് വേണോ? അന്നേരം രണ്ടുപേരും പേടിച്ച് അവിടെ നിന്ന് ഓടിക്കളയുവാണ്. അത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ്ടോ ജയഭാരതിയും വരുണൊക്കെ. അന്നേരം വരുൺ പറയണേ മുത്തശ്ശി അതെന്താണെങ്കിലും അടിപൊളിയായി. എടാ മോനെ, ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഇങ്ങനെയുള്ള ഒരു പണി കൊടുത്ത് വിട്ടാൽ മതി, പിന്നീട് ആ കാര്യം പറഞ്ഞ് നിന്റെ പുറകെ വരില്ല. അങ്ങനെ അവർ സന്തോഷിച്ചിരിക്കുവാണ്. ഈ സമയം സുകുമാരി അമ്മയാണെങ്കിൽ പ്രിയങ്കൻ്റെ അരികിലെത്തി പ്രിയങ്കയ്ക്ക് തേനും പഞ്ചസാരയൊക്കെ വായിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അജിത്തും ഗൗതവും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം ഗൗതം ചോദിക്കണേ സാറിന് വലിയ സന്തോഷത്തിലാണല്ലോ. ഈ സമയം അജിത്ത് പറയണേ അത് മറ്റൊന്നുമല്ല, ഞാനേ പോലീസ് അസോസിയേഷനിലെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ വഴി എൻ്റെ സസ്പെൻഷൻ ഉണ്ടല്ലോ അത് പിൻവലിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മിക്കവാറും അധികം വൈകാതെ തന്നെ എൻ്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് സർവീസിലേക്ക് തിരികെ കയറാൻ പറ്റും. ആഹാ, അതൊരു നല്ല വാർത്തയാണല്ലോ. എനിക്ക് ഒരു ദിവസം ആ യൂണിഫോം ഒന്ന് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് സർവീസിലേക്ക് റീ എൻട്രി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, അവനൊന്ന് ശരിക്കും കാണാൻ. ആ വരുണിനെ, അവനെ മാത്രമല്ല ആ രാധികനെ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നടു റോട്ടി വെച്ച് തല്ലിയവനല്ലേ, അതിൻ്റെ പ്രതികാരം എനിക്ക് അതേ റോട്ടി വെച്ച് തന്നെ ചെയ്തു തീർക്കണം. സ്റ്റേഷനിൽ കൊണ്ടുപോയി അവൻ എനിക്ക് നരകിപ്പിക്കണം. ആ ഒരവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് തന്നെ. ഈ സമയം ഗൗതം പറയണേ സാറിനെങ്ങനെ യൂണിഫോം തിരികെ കിട്ടിക്കഴിഞ്ഞാൽ സാറതുപോലെ മരണോട് പ്രതികാരം തീർക്കാനായിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെഞ്ചമിനെ കൊണ്ട് നമുക്ക് കുറച്ച് പതിയൊക്കെ രാധികയെ കൊല്ലിച്ചാൽ മതി. അവൾ വരൺ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ കണ്ട് കരയണം. അവളുടെ കരച്ചിൽ നമുക്ക് ആസ്വദിക്കാനുള്ള കാര്യമാണല്ലോ. വരുൺ ജയിലിലാവുന്നു. അതിനുശേഷം രാധികയും ബെഞ്ചമിൻ്റെ കൈകൊണ്ട് മരണപ്പെടുന്നു. പിന്നീട് ഗൗതമിൻ്റെ അച്ഛനും ആഗ്രഹിച്ചതുപോലെ തന്നെ കളമംഗലം നിങ്ങളുടെ കയ്യിലാകുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മുടെ സമയം ഉടനെ തന്നെ തെളിയാൻ പോകുവാണെന്ന് ഗൗതം തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് രാധികക്കും വരുണുമൊക്കെ കഷ്ടകാലമായിരിക്കും. അങ്ങനെ പറഞ്ഞവർ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഇന്ന് പ്രിയങ്കയ്ക്കിട്ടും സുകുമാരിക്കിട്ടും കൊടുത്ത പണിയെക്കുറിച്ച് രാധികയോട് പറഞ്ഞ് അവർ 3 പേരും കൂടി പൊട്ടിച്ചിരിക്കുവാണ്. ഈ സമയം രാധിക പറയണേ അതെന്താണെങ്കിലും നന്നായി കേട്ടോ, ഇനി എന്താണെങ്കിലും മാങ്ങ കഴിപ്പിക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശിയും പ്രിയങ്ക എന്താണെങ്കിലും ഇനി വരുണിൻ്റെ അരികിലേക്ക് വരില്ലല്ലോ. വരുണിൻ്റെ സന്തോഷമില്ലേ, പിന്നെ അല്ലാതെ എന്തൊരു ഹാപ്പിയാണെന്നറിയോ. അന്നേരം ജയഭാരതിയമ്മ പറയണേ ഇനി ഇതുപോലെ ഓരോ അവസരം കിട്ടുമ്പോൾ ഇതുപോലെ ഓരോരോ പണികളങ്ങ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ സുകുമാരിയുടെയും പ്രിയങ്കയുടെയും ഒരു വിളച്ചിലും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല. സ്പോട്ടിൽ ഇതുപോലെ പണിയായിരിക്കും തിരികെ കൊടുക്കാൻ പോകുന്നത്. തനിക്കിതുപോലെ. ഈ സമയം ജയഭാരതിയമ്മ ചോദിക്കണേ അല്ല മോളെ, എനിക്കൊരു സംശയം. സാധാരണ ഗർഭകാലത്തിൻ്റെ തുടക്കത്തിലാണല്ലോ മസാല ദോശ കഴിക്കണമെന്ന ആഗ്രഹവും മാമ്പഴം കഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുന്നത്. പക്ഷേ ഇതിപ്പോൾ പ്രിയങ്ക ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇത്ര ആഗ്രഹമൊക്കെ വരുമോ? മാത്രമല്ല ഈ ഒരു ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിങ്ങും മറ്റുമൊക്കെ ഉണ്ടാകണം. എന്നാൽ ഇവളുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു കാര്യങ്ങളൊന്നും കണ്ടതായിട്ട് തന്നെ ഓർക്കുന്നില്ല. ഈ സമയം രാധിക പറയുന്നുണ്ട് ശരിയാ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ സംശയം പ്രിയങ്ക യഥാർത്ഥത്തിൽ ഗർഭിണിയാണോ എന്നുള്ളതാണ്. അല്ല അപ്പോൾ ഡോക്ടർക്കാന്ന് പറഞ്ഞതല്ലേ, ഡോക്ടർ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാതിരിക്കണോ? എൻ്റെ രാധിക മോളെ, ഈ സുകുമാരിയമ്മ വിചാരിച്ചാലുണ്ടല്ലോ ഏത് ഡോക്ടറെ കൊണ്ടും എന്ത് വേണമെങ്കിലും പറയിപ്പിക്കാം. അതുകൊണ്ട് അതൊന്നും അത്രയ്ക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് രണ്ടിനെയും കൂടി ഈ വീട്ടിൽ ഞാൻ പുറത്താക്കും. എന്നാലേ എൻ്റെ കുട്ടികൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞ് ജയഭാരതിയമ്മ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരും രാധികയോട് ചോദിക്കണേ അല്ല രാധികെ, ഈ മുത്തശ്ശി പറഞ്ഞതുപോലെ ഗർഭിണികൾക്ക് തോന്നാറുള്ള
ഈ പച്ചമാങ്ങ കഴിക്കണമെന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ മസാല ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും തനിക്കുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അയ്യടാ വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടാണ്ട് കേട്ടോ എന്നും പറഞ്ഞ് വരുണ്ട് താടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകൊണ്ട് രാധിക. ഈ സമയം ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ജയഭാരതി അമ്മ. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നതും രാധിക പൊടി പൊടി എന്നും പറഞ്ഞ് വരുണിൻ്റെ മുഖത്ത് നിന്ന് പൊടി തട്ടുന്ന പോലെയൊക്കെ കാണിക്കുവാണ്. അത് കേട്ടിട്ട് ജയഭാരതി അമ്മ ചോദിക്കണേ, അല്ല എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഞാൻ പോയതിന് ശേഷം? എന്ത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഓഫീസിലെ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഓ ആണല്ലേ, എന്താണെങ്കിലും വരണേ, നീ ഓഫീസിൽ നിന്ന് വരുമ്പോഴേ പച്ചമാങ്ങയോ മസാല ദോശയോ എന്തെങ്കിലുമൊക്കെ വാങ്ങി രാധിക മോൾക്കൊന്ന് കൊടുക്കട്ടോ. അങ്ങനെ അവർ സംസാരിച്ചതെല്ലാം മുത്തശ്ശി കേട്ടു എന്നറിഞ്ഞ് രണ്ടുപേരും ചമ്മലോടുകൂടി നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ വാതിലൊക്കെ അടിച്ച് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഇപ്പം തൃപ്തിയായല്ലോ എന്ന് പറഞ്ഞ് വരണിട്ട് രണ്ടടി കൊടുത്തിട്ട് രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. ഈ സമയം വരണാണെങ്കിൽ പച്ചമാങ്ങ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടുക. അത് കേട്ടിട്ട് രാധിക ചോദിക്കണേ, പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രാധികേനെയും പിടിച്ച് കട്ടിലേക്ക് വലിച്ചിടുവാണ്ടോ വരുൺ. അങ്ങനെ അവരോടും ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കിയിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്